ഹലോ ഫ്രണ്ട്സ്, ഞാൻ അതിഗംഭീരമായൊരു അപ്ഡേറ്റാണ് നമ്മുടെ സ്വന്തം മമ്മൂക്ക മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ പുതിയൊരു മൂവി. അത് നമ്മുടെ മമ്മൂട്ടി കമ്പനിയുടെ മൂവി. മമ്മൂട്ടി കമ്പനിയുടെ മൂവി പറഞ്ഞാൽ പിന്നെ ക്വാളിറ്റി ആണല്ലോ. മമ്മൂട്ടി കമ്പനി പറഞ്ഞാൽ ക്വാളിറ്റിയാണ്, അതാണ്. അങ്ങനെ വീണ്ടും ഒരു പുതുമുഖ സംവിധായകനെ കൈ കൊടുത്തിരിക്കുകയാണ് നമ്മുടെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂട്ടി. കാരണം ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബിഗ് ഹിറ്റ് മേക്കർ, ഭയങ്കര കുട്ടികളെ വെച്ച് സിനിമ എടുത്ത് ഭയങ്കര ഹിറ്റ് മേക്ക് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് ഗിരീഷ് ഏടി. അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റായി നടന്നിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം വീണ്ടും ഒരു പുതുമുഖത്തിന് ഡയറക്ടർ ജോബ് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും സ്റ്റഫില്ല അത് കൊടുക്കൂലല്ലോ. അപ്പോൾ അങ്ങനെ തന്നെ ഷിബിൻ മുരുകേഷ് പറഞ്ഞൊരു ആണ് നമ്മുടെ ഈ പുതിയ ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ കൈ കൊടുത്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം മെഗാസ്റ്റാറാണ്. അപ്പോൾ എന്താണ് ഇയാളുടെ കയ്യിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന സാധനം, ഇനി അതറിയാനാണ് നമ്മളെല്ലാം വേണ്ടി ആകാംക്ഷ. കാരണം നമ്മുടെ ശ്രീ മമ്മൂട്ടി കൊടുക്കുന്ന കൈ എപ്പോഴും പുതിയ ആളുകൾ കൊടുക്കുമ്പോൾ അതിലൊരു സംഭവം, ഒരു പുതിയൊരു തരത്തിലുള്ള ഒരു ക്രിയേറ്റീവും ഇല്ലെങ്കിൽ പുതിയൊരു കഥ പറച്ച രീതിയും ഇല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള ഒരു കഥ ആവിഷ്കാരം ഇല്ലെങ്കിൽ പുതിയൊരു കൺസെപ്റ്റൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ ഇതിലെല്ലാം പെടുന്നതായിരിക്കും ഈ പുതിയൊരു സിനിമ വരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതും നമ്മുടെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള മലയാളത്തിലെ എക്കാലത്തെയും ഒരു അൾട്ടിമേറ്റ് ബ്രാൻഡ്, ഒരു ക്വാളിറ്റി മൂവി എന്താ പറയുക പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ സ്വന്തം അഭിമാനമായിട്ടുള്ളൊരു ബ്രാൻഡാണ് മമ്മൂട്ടി കമ്പനി. അപ്പോൾ അവർ തന്നെയാണ് ഈ സിനിമയും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാലും അതും നമ്മുടെ സ്വന്തം മമ്മൂട്ടിയുടെ ഓണർഷിപ്പ് വരുന്നത് തന്നെയാണ്. പക്ഷേ അതിന് വ്യക്തമായൊരു കാരണമുണ്ട്. കാരണം എല്ലാ പടവും എല്ലാവരും പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ മമ്മൂട്ടിക്ക് ഇഷ്ടപ്പെട്ട പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ചിലപ്പോൾ പ്രൊഡ്യൂസർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എനിക്കിഷ്ടപ്പെട്ട പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് എൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് എന്ന് പറഞ്ഞ് അഭിമാനത്തോടെ പറഞ്ഞ ഒരു വ്യക്തിയാണ് മമ്മൂട്ടി തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമ വീണ്ടും പുതുമുഖത്തിന് കൈ കൊടുത്ത് പറയുമ്പോൾ ഈ ഷിബിൻ മുരുകേഷ് ഇയാൾ എന്താണ് നമ്മളിലേക്ക് കൊണ്ട് ഇദ്ദേഹം കൊടുത്തിരുന്നത്. കാരണം ലാസ്റ്റ് ടൈം ഒരു പുതിയൊരാളെ കൊടുത്തു ഡയറക്ഷനായിട്ട്, കളങ്കാവിൽ നമുക്ക് കിട്ടി. ഒരു അട്ടാറ് പറഞ്ഞ അൾട്ടിമേറ്റ് സാധനം. അത് ശരിക്കും പറഞ്ഞാൽ ഈ കഴുത്തി പിടിച്ച് മൂക്കാടി പിടിച്ച് ഒറ്റ അടി കൊടുക്കുന്നത് ഈ മമ്മൂട്ടിക്ക് അമ്മാതിരി തൊലിഞ്ഞ് അല്ലേ ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷേ അത് എത്ര രീതി ചെയ്യാൻ പറ്റും മനോഹരം അത്ര രീതി ചെയ്ത് നമ്മളെ അങ്ങോട്ട് നാട്ടിലും വീട്ടിലുമുള്ള എല്ലാ ഈ വൃത്തിയിട്ടന്മാരും ഉണ്ടല്ലോ, ആ ചെയ്ത് നടക്കുന്നവന്മാരെ അതുപോലെ കാണിച്ച ഒരു ഇല്ലേ. എന്നിട്ട് നമ്മൾ ഈ നാട്ടിലൊക്കെ പറയും, ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും ഇങ്ങനെ ഒരു ഇതിൽ നടക്കുമ്പോൾ തൊലിഞ്ഞവന്മാർ പറയും. അമ്മാതിരി സാധനത്തിൻ്റെ ക്യാരക്ടർ ഇദ്ദേഹത്തെ പോലെ ഒരു വലിയൊരു ആക്ടർ ചെയ്യുകയാണ്. എന്നിട്ട് അതിലൊരു വെറൈറ്റിയും കൊണ്ടുവന്ന് ആ സിനിമയിൽ കളങ്കാവിൽ ഒറ്റ ഷോട്ടിൽ ഞാൻ കൊടുത്ത 230 രൂപ എനിക്ക് ലാഭിച്ച്. ആ ഫസ്റ്റായി പെൺകുട്ടി കൊല്ലുന്നൊരു സീന്, ആ എടുക്കുന്നൊരു പഫും എൻ്റെ മോനെ, അതോടുകൂടി എനിക്ക് ആ 230 രൂപയ്ക്ക് ലാഭിച്ചു. ബാക്കിയല്ല എനിക്ക് ബോണസ് ആയിട്ടാണ് ഞാൻ കളങ്കാൻ സിനിമ ഞാൻ കാണുന്നത്. അത്ര മനോഹരമായിട്ടാണ് ആ സിനിമ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും ഇദ്ദേഹം വരുന്നത്. കാരണം ഗിരീഷ് ഏടിയുടെ വരുമ്പോൾ ഒരു കോമഡി വേഴ്സസ് അങ്ങനെയൊക്കെ ആയിരിക്കും വരിക. പക്ഷേ അത് അദ്ദേഹം ഡയറക്ടറാകാൻ വേണ്ടിയുള്ള ഒരു പരിപാടി പെട്ടതായിരിക്കും. ഈ അദ്ദേഹത്തിൻ്റെ സ്വന്തം സിനിമ വരുമ്പോൾ ഇയാൾ കൊണ്ടുവരും ചിലപ്പോൾ ഭയങ്കര ത്രില്ലിങ് മൂവിയോ ഇല്ലെങ്കിൽ ഒരു പുതിയൊരു കൺസെപ്റ്റൊക്കെ ആയിരിക്കും കൊണ്ടുവരും. മമ്മൂട്ടി കൈ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ആ സിനിമ കൈ കൊടുത്തപ്പോൾ തന്നെ വിജയിച്ചിട്ടുണ്ടാവും. അതാണ് മമ്മൂട്ടി എന്ന വ്യക്തിയുടെ ഒരു ക്വാളിറ്റി. മമ്മൂട്ടി സിനിമ കൈ കൊടുത്ത് പറഞ്ഞാൽ ആ സിനിമ വിജയിച്ചു എന്നാണ്, പകുതി വിജയിച്ചു. ഇനി പകുതി സിനിമ ഷൂട്ട് ചെയ്തിട്ട് എടുക്കുക ഇല്ലെങ്കിൽ ഇദ്ദേഹം എടുത്ത് അത് കൊണ്ടുവരുന്ന പോലെ ഉണ്ടാവും പരിപാടി. എന്തായാലും മമ്മൂട്ടി എന്ന ആ വ്യക്തിയുടെ ഒരു ക്വാളിറ്റി ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പുതുമയുള്ള ഒരു അഭിനിവേശം എന്നൊക്കെ പറയില്ലേ, അതൊക്കെ തന്നെയാണ് ശരിക്കും ഇന്നും അദ്ദേഹത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി നമുക്കിന് അഭിമാനത്തോടെ പറയാൻ പറ്റും. കാരണം ഒരിക്കലും മറ്റുള്ളതിനെ പോലെ ഒരു ബുക്ക് അവിടെ എഴുതി വയ്ക്കില്ലല്ലോ. അദ്ദേഹത്തിന് മെഗാസ്റ്റാർ എന്നോ ഇല്ലെങ്കിൽ ഒരു അഭിമാനത്തോട് പറയുന്നത് ഇദ്ദേഹം ഒരു മെഗാസ്റ്റാർ ആണ് എന്ന് പറയാനുള്ളെങ്കിൽ എന്തുകൊണ്ട് മറ്റുള്ള ഇൻഡസ്ട്രിയിലൊക്കെ മെഗാസ്റ്റാർ വരെ ചെയ്യായിരുന്നു. ഒരു വെടിയുണ്ടാക്കുന്നു, പുകയുണ്ടാക്കുന്നു, കുത്തുന്നു, മറിയുന്നൊക്കെ ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ ആശയം വിടാവുന്നല്ല. വെടിയുണ്ടാക്കും, പുകയുണ്ടാക്കും, കൂടെ ഇമാർ ഇതുപോലുള്ള ഒരു അലാറ സാധനങ്ങൾ ഇറക്കി വിടും. അതോടുകൂടി അതുവരെ ഉണ്ടെന്ന പേര് ദോഷമൊക്കെ മാറ്റും. അത് തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി ആൾക്ക്. പക്ഷേ ഐഡൻറ്റിഫൈ ചെയ്യാനും നമ്മൾ കുറച്ചുകൂടി പോപ്പുലറാക്കാനും തുടങ്ങിയത് ഇച്ചിരി കാലമായിട്ടുള്ളൂ. പണ്ട് മുതൽ ഈ സാധനങ്ങൾ ഇങ്ങനെ തന്നെ ആയിരുന്നു ആശാൻ. നമ്മുടെ ഡാനി പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെന്ന് കാണും കേട്ടോ. അതൊക്കെ ഒരു നട്ടാറ് സിനിമയിലൊരു ഭാഗമാണ്. എനിക്ക് ഡാനി എൻ്റെ എപ്പോഴത്തെ ഒരു ഫേവറേറ്റ് മൂവികളിലൊന്നാണ് ഡാനി. കാരണം അപ്പോൾ നിങ്ങൾ ഡാനി ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ആരെങ്കിലും ഇതൊരു വീഡിയോ കാണുന്നവരാണെങ്കിൽ ഡാനി ഒന്ന് കണ്ടു നോക്ക്. മമ്മൂട്ടി കളിക്കാത്ത കളിയൊന്നും ആ സിനിമയിലില്ല എന്നാണ് ശരിക്കും പറയുക.
അത് മനോഹരമായിട്ടുള്ള സിനിമയാണ്. അപ്പോൾ അത് അതുപോലെ തന്നെ ഇത് ഈ പറയുന്ന എല്ലാ പുതുമുഖ സിനിമകളും ഇദ്ദേഹത്തിന് ഇപ്പോൾ ലോഹിദാസ് വന്ന് ഇദ്ദേഹത്തിലൂടെയാണ് എന്ന് പറയുന്നത്, ബ്ലെസ്സി വന്ന് ഇദ്ദേഹത്തിന്. അപ്പോൾ എല്ലാവരെയും കൊടുത്തിരിക്കുന്ന ഒരു കൈ ഉണ്ടല്ലോ, ആ കൈ കൊണ്ട് രക്ഷപ്പെട്ടിട്ട് മാത്രമേ ഇദ്ദേഹത്തിനുള്ളൂ. ഒരുപക്ഷെ മമ്മൂട്ടിക്ക് കൈ കൊടുത്താൽ ജീവിതം രക്ഷപ്പെട്ടു എന്ന് പറയുന്നൊരു വ്യാഖ്യാനം കൂടി ഈ സിനിമ ഇൻഡസ്ട്രിയിലുണ്ട്. എങ്കിലും മമ്മൂട്ടി ഒന്നൊരു കാര്യം തുടങ്ങി വെച്ചാൽ അത് ഭയങ്കര വിജയകരമാവുന്നുള്ളൊരു വ്യാഖ്യാനമുണ്ട്. അത് സത്യം തന്നെയാണ്. കാരണം ഇപ്പോൾ ആരും ഇദ്ദേഹത്തിന് കൈ കൊടുത്തിട്ട് ആരും മോശപ്പെട്ടു പോയിട്ടില്ല, അങ്ങനെ പോയവരാരും ഇല്ല. അപ്പോൾ എന്തായാലും ഈ ഒരു പുതുമുഖം സിനിമ നമുക്ക് ചിലപ്പോൾ നമ്മളെ കൊണ്ട് എത്തിക്കുന്നൊരു അടിപൊളി സാധനം തന്നെ ആയിരിക്കും. കാരണം ഈ സിനിമയുടെ ലുക്ക് തന്നെ ഒരു വ്യത്യസ്തമാണ്. ഏതെങ്കിലും ലുക്കൊന്നും മാച്ച് ചെയ്യും സാറേ. മിസ്റ്റർ മമ്മൂട്ടി, ഒരു സിനിമയിൽ നിങ്ങൾ ഒരു മറ്റു കഥാപാത്രത്തിന് കോപ്പി അടിച്ച് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിത്താ. ഇതെല്ലാ കഥാപാത്രം ഇങ്ങനെ വ്യത്യസ്തമായി ചെയ്ത് ഞങ്ങൾ എങ്ങനെ നിങ്ങളെ ട്രോളും എന്നൊരു അങ്ങനെ ഒരു സംഭവം കൂടി ചോദിക്കാനുണ്ട് എനിക്ക്. കാരണം എല്ലാ സിനിമയിലും സെയിം ക്യാരക്ടർ വരികയാണെങ്കിൽ പോലും അതിന് വ്യത്യസ്തമായ രീതിയിലേക്ക് ആവിഷ്കരിച്ച് ബോഡിയും അതും ഇതൊക്കെ കൊണ്ട് മാറ്റി നമ്മളെ കൊണ്ട് വിസ്മയിപ്പിക്കുന്ന താരപുത്ര ഇല്ലെങ്കിൽ താരപുരുഷ അങ്ങനെയൊക്കെ പറയാനേ പറ്റുള്ളൂ. കാരണം അത്ര മനോഹരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇപ്പോൾ വരുന്നത്. എന്തായാലും സിനിമ വരട്ടെ. എന്തായാലും പുതുമുഖ ഡയറക്ടറാണ്. പുതുമയുടെ ഒരു എന്താ പറയുക, ഒരു മാല പഴക്കം തന്നെ ആവട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എല്ലായ്പ്പോഴും പുതുമ തേടി പോകുന്ന ഈ മഹാരാജാവിന് അത്രയും മാത്രം ഇഷ്ടപ്പെട്ടാലും അതിലെ ഈ സാധനം ഈ അങ്ങേർക്ക് ഈ ഒരു കൈ കൊടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും പുതുമുഖ സിനിമകളൊക്കെ വരട്ടെ. അതിഗംഭീരമായിട്ടുള്ള ഒരു പുതിയ അപ്ഡേറ്റുകൾ ഈ സിനിമയായിട്ടുള്ളതെല്ലാം നിങ്ങളെ ഞാൻ നേരത്തെ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, എല്ലാവരും ഫുട്ബോൾ കാണാം. എല്ലാവരും ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ, സി യു, ബൈ ബൈ, വൺസ് അഗൈൻ, ബൈ.